Whoever does not practice righteousness is not of God, nor is the one who does not love his brother. For this is the message that you have heard from the beginning, that we should love one another. We should not be like Cain, who was of the evil one and murdered his brother. Why did he murder him? Because his own deeds were evil and his brother's righteous. അവിടെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറയുന്നൊരു വിഷയമുണ്ട്. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ആരും, ഉറക്കെന്ന് പറയാമോ, ആരും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. സഭയിലുണ്ടോ? ഉണ്ട്. ശുശ്രൂഷയിലുണ്ടോ? ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നീ നീതി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തിൽ നിന്നുള്ളതല്ല. If you're not able to live a life of righteousness and you're not able to love one another, that clearly says you're not from God. ഇത് തെളിവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വാക്യം വായിച്ചത്? ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. തെളിവ് ഉപയോഗിക്കുന്നത് എവിടെയാ? Where do we use evidence? കോർട്ടിലാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു കോടതിയിൽ നിർത്തുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ പൈതലാണെന്ന്, ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് തെളിവുണ്ടോ? If we stand in the court of God, if we stand on any court and somebody examines our life, is there enough evidence for them to say, yes, this person belongs to God? This person is a child of God. Because evidence is a language of the court. It is used to prove something or to disprove something. If that's the case, we must ask the question that John is clearly asking. There are only two types of evidence that's needed there that should be looked at. One is there life of righteousness? And the second is there love for one another? ഈ രണ്ട് തെളിവേ ഉള്ളൂ. വേറെ എത്ര പേരെ അവിടെ കൊണ്ടുവച്ചാലും അതൊന്നും വിഷയമല്ല. തെളിവ് തെളിവായിട്ട് കാണണമെങ്കിൽ രണ്ട് തെളിവേ നോക്കുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾ നീതി പ്രവർത്തിക്കുന്നുണ്ടോ? രണ്ട്, നിങ്ങൾ അന്യോന്യം സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? And the way John puts it, one who practices righteousness and then he pivots from that, joins with that the love that we have for one another. So in other words, a life of righteousness and love for one another are not disjointed. They are to be together. They are to be lived out in the right way. They're to be practiced in the same manner. So let's look at the first one. What does it mean to practice righteousness? നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? What does it mean to practice righteousness? Simply, it means living in God's will and God's commandments. വളരെ ലളിതമായി പറയുവാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ കൽപ്പന അതനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നീതി പ്രവർത്തിക്കുന്നു. വേറെ ഒന്നും നമ്മൾ അതിനെ വിശദിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിന് പ്രകാരം ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വിഷയങ്ങൾ, ആ കൽപ്പനകൾ, ആ പ്രസ്താവനകൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ നമ്മൾ സമ്മതിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ we can say, yes, I practice righteousness. When we look at the scriptures, especially the book of Romans, Paul talks extensively about righteousness. അവിടെ പൗലോസ് ആ റോമ ലേഖനത്തിൽ പല പ്രാവശ്യം നീതിയെപ്പറ്റി എടുത്തെടുത്ത് പറയുന്നു, നീതിയുടെ ജീവിതം എന്ന് എടുത്തെടുത്ത് പറയുന്നു. പക്ഷെ അതിലൊരു ഭാഗം നിങ്ങളുടെ ചിന്തയ്ക്കായിട്ടൊന്ന് പകൽക്കാലം ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. റോമർ 6:13 പൗലോസ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. Do not present your members to sin as instruments of unrighteousness. മറിച്ച് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങളുടെ ആയുധങ്ങളായും നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. But present yourselves to God as those who have been brought from death to life, and your members as instruments for righteous. രണ്ട് തെളിവ് യോഹന്നാൻ കാണിച്ചു. പൗലോസ് ഇപ്പം കാണിക്കുന്നു രണ്ട് ആയുധങ്ങൾ. Paul is showing us two instruments
that we should be? Are the members of your body given and submitted as an instrument of righteousness, or has it been submitted to sin and therefore now it has become an instrument of unrighteousness? When Paul says, do not allow for any member of your body, നിങ്ങളുടെ അവയവങ്ങളെ ഒരു അവയവം പോലും അനീതിയുടെ ആയുധങ്ങളായി, എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ്, നമ്മുടെ വാക്ക്, നമ്മുടെ കേൾവി, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളുടെ പ്രവർത്തനം, നമ്മുടെ സംസാര വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ മറ്റുള്ള കുറിച്ച് പറയുന്ന വിഷയങ്ങൾ, ഒരൊറ്റ വ്യക്തിയുടെ, നമ്മുടെ അവയവങ്ങൾ ഒരൊറ്റ ഒരെണ്ണം പോലും അനീതിയുടെ ആയുധങ്ങളായി ഒക്കത്തില്ല. എന്നോട് ഡാളസിൽ വെച്ചൊരു യവനക്കാരൻ ചോദിച്ചു, young man asked me in Dallas during a camp one time, Pastor, how is it this uncle in my church talks bad about the pastor 5 days a week and then comes Sunday and speaks in tongues? നമ്മളൊക്കെ അതിന് എന്താ മറുപടി പറയണ്ടേ? പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പറ്റി വരുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയുവാൻ ലൈസൻസ് ഉണ്ടെന്ന് ചിന്തിക്കുകയും എല്ലാവരെക്കുറിച്ചും ഇല്ലാത്തതും ഉള്ളതെല്ലാം പറയുകയും, എന്നിട്ട് ഞായറാഴ്ച വന്നിരുന്ന അല്ലെങ്കിൽ ശനിയാഴ്ച വന്നിരുന്ന ദൈവത്തെ അന്യഭാഷകൾ സ്തുതിക്കുന്നെങ്കിൽ നമ്മൾ ചോദിക്കണം, എൻ്റെ അവയവങ്ങൾ ശരിയായിട്ടും പാപത്തിന് അടിമയാണോ, അനീതിയുടെ ആയുധമാണോ, അതോ നീതിയുടെ ആയുധമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. We must ask ourselves the question, are my members of the body a Sunday holy members, or am I practicing righteousness every single day of my life? Are the instruments of my body, are the members of my body given to sin some days of the week, and then all of a sudden I'm able to turn on a switch on a holy day and present myself as an instrument of righteousness when everybody else is looking at me, when I'm in the presence of God, when I'm in the sanctuary of God, when I come together with people? Do people look at me and say, yes, that person is righteous? Or is it truly a submission to the holy God that says, yes, my ears and my eyes and my tongues and my hands and my words and my thoughts, every aspect of who I am has surrendered and now instruments of righteousness? നമ്മുടെ ചെറിയ കളിവാക്കുകൾ പോലും ഒരുപക്ഷെ നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായിട്ട് മാറ്റും കേട്ടോ. I remember a pastor saying once, oftentimes the biggest lie that we make or say that repeatedly is when we tell people, we'll pray for you, but then we forget to pray for them. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാം, പക്ഷെ നമ്മൾ വിട്ടുപോകും. ദൈവം ക്ഷമിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയുണ്ട്, കരുണയുണ്ട്, നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നു. പക്ഷേ ആ ദാസൻ പറഞ്ഞത്, അവിടെ ആ വാചകത്തിൽ പോലും നമ്മൾ നീതി പുലർത്തണം. We must have righteousness, practice righteousness even in the things that we casually or normally say as a practice. It is time for us to really evaluate and see, are the members of my body instruments of righteousness, or is it an instrument of unrighteousness? It's only possible to have the instruments to be instruments of righteousness if you're really dead to sin. നമ്മൾ പാപത്തോട് മരിച്ചാൽ മാത്രമേ യഥാർത്ഥമായി നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ പാപത്തോട് മരിക്കാത്തിടത്തോളം കാലം നമ്മുടെ അവയവങ്ങൾ അതുപോലെ പൂർണ്ണമായി വരത്തില്ല. We have to die for sins. If we're slave to sins, then our members become instruments of unrighteousness. If we're dead to sin, we are given a new identity. നമ്മൾ പാപത്തോട് മരിക്കുന്നെങ്കിൽ നമുക്കൊരു പുതിയ വ്യക്തിത്വം ലഭിക്കും. We receive a new identity. The identity is that we are now instruments of righteousness. നമ്മുടെ ചുറ്റുപാടും അനീതി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. വാർത്തകൾ വായിച്ചാൽ എന്താണ്? നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന അനീതിയുടെ വാർത്തകൾ നമ്മൾ കാണുന്നത്. എവിടെയാണെന്ന് അറിയാം നീതി അറിയേണ്ടത്? ലോകം നമ്മളിൽ കൂടിയാണ്. How does the world know about righteousness? It's not by what the politicians do. It's not what the educational institutions do. The only way the world knows what true righteousness is, if the people of God who are dead to sin submit their bodies, every member of their body, to be instruments of righteousness, then the world will know what true righteousness is.
But the problem is the world has crept into the church, and the church is now becoming and looking more like the world. The church practices one thing, the world practices one thing, and the church thinks we should do the same thing. No, the church is clearly meant to be separate, meant to be different, meant to be sanctified, meant to be holy, and every member of the church must practice righteousness. You suppose I give you a basket of apples, and the first apple that you pick up has a worm coming out of it. Even if I convince you that every other apple in the basket is a good apple, how many of you have the confidence to eat a single one of them? ഒരു കൊട്ട നിറച്ച് നിങ്ങൾക്കൊരു ആപ്പിൾ തന്നാലും ഒരു ആപ്പിളിൽ നിങ്ങളൊരു പുഴുവിനെ കണ്ടാൽ ഞാൻ നിങ്ങളോട് പറയുക ബാക്കി എല്ലാ ആപ്പിളും നല്ലതാണ്, അത് മാത്രമേ ഉള്ളൂ അഴുക്കു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ബാക്കി അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിക്കാൻ? നമുക്ക് ഉറപ്പ് വരുത്തും, നമുക്ക് അതിനുള്ള താല്പര്യം പറ്റില്ല. കാരണം എന്നറിയാമോ, ആ കണ്ട അനുഭവം എന്തോ നമ്മളെ അറപ്പിച്ചു. ആ കണ്ട പുഴു എത്ര നല്ല കളറുണ്ടെങ്കിലും നമ്മൾ പറയും എനിക്ക് വേണ്ട, വിശപ്പില്ല, ഡയബറ്റീസാ, നമ്മൾ പല 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 എക്സ്ക്യൂസും കൊണ്ട് വരും. അപ്പോൾ പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ സംഭവിക്കുന്നത്, that's what's happening in Christianity. We have a small remnant who is pursuing righteousness, practicing righteousness, and you have the rest of the church community, the global church community. I'm not talking about our specific church. In the global church community, you have people practicing, living lifestyles that does not match what the scripture says. And you have people asking from the outside, how is it that you practice, how is it that you preach one thing, but you have these people who preach the same thing, living a different lifestyle. So people are looking at it saying, I don't want your God because that person who preaches your God doesn't live the life that you told me to live. By one person's inaction, by one person's unrighteousness, you could actually turn people off from the Lord Jesus Christ. Just as every member of my body should practice righteousness, every member of the body of Christ must practice righteousness. We must have no excuse in that. Dying is a voluntary choice. പാപത്തോട് മരിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ സ്വന്തം തീരുമാനം. പാസ്റ്റർ ജേക്കബ് മാത്യു പാപത്തോട് മരിച്ചതുകൊണ്ട് സഭയ്ക്ക് പ്രയോജനം വരത്തില്ല. It's good for him. If I die to sin, my kids don't benefit from that. It's good for me. My kids have to die to sin just as the Lord God requires me to do. Every church member must die to sin because that's what the scripture demands us to do. And it is a voluntary choice. I cannot force you to die to sin. You must make a decision. I don't want to live this life of sin anymore. I want to be used as an instrument of righteousness. Therefore, I should make a choice to die voluntarily. That means presenting ourselves as instruments of righteousness is a voluntary choice. മരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആഗ്രഹവും തീരുമാനവുമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. പലപ്പോഴും നമ്മൾ പറയത്തില്ലയോ, എൻ്റെ എല്ലാം മരിച്ചു, പക്ഷെ എൻ്റെ നാവ് മാത്രം മരിച്ചിട്ടില്ല. ചില ദേഷ്യപ്പെടുമ്പോൾ ചിലരുടെ വാക്കുകൾ യുക്തിപരമായ വാക്ക് അല്ലെങ്കിൽ ഉചിതമായ വാക്കല്ലെങ്കിൽ അവർ പറയും, ഓ പെട്ടുപോയി, പഴയ അനുഭവം, പഴയ മനുഷ്യൻ ഒന്ന് കയറി വന്നു. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. യേശുക്രിസ്തു പറയുന്നു, യോഹന്നാൻ എടുത്തു പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ സകല അവയവങ്ങളും നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. We can have 99 out of the 100 submitted as instruments of righteousness and think we pass. No, God expects holiness in every aspect, every member of our body. And God expects the same thing in the church as well. And this is not a temporary situation or decision. The fact that we practice righteousness means we practice it on an every single day basis. പലപ്പോഴും എൻ്റെ പ്രാർത്ഥന ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, create in me a clean heart and renew a right spirit within me. പലപ്പോഴും പകലത്തെ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന വാചകം അതാ. കാരണം ഇന്നലത്തെ പാപവും
വേദനയും വിഷവും വിദ്വേഷവും പകയും ഒന്നും വേണ്ട. ഇന്ന് പകൽക്കാലം ആരംഭിക്കും. കർത്താവേ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. ദാറ്റ്സ് മൈ പ്രേയർ ടു സേ, God, I want to present the members of my body as a living sacrifice. I want it to be presented as instruments of righteousness. And the only way to do that is to say, Lord, I need your help in doing that. I create in me this heart that is needed for me to present myself as an instrument of righteousness. You know, when we pray that such a prayer, we are submitting to God and saying, God, I cannot do this on my own. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ പറയുന്ന, കർത്താവേ, എനിക്ക് എന്നെ തന്നെ അങ്ങനെ പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം my flesh is waging against me. The sin is waging against me. The desires of the world are coming against me. So I say, Lord, give me this heart. Give me the strength. Give me the grace. Give me the decision, the courage to move forward from the things that make the members of my body unrighteous. So in other words, practicing righteousness is a lifestyle, not a moment. Practicing righteousness is a lifestyle and not a moment. It's not once in a while. It's not when the Lord's table is before us. It's not just on Sundays. It's not during the year-end or quarter-end fasting prayer that we practice righteousness. We practice righteousness on a day-to-day basis. നീതി പ്രവർത്തിക്കണമെങ്കിൽ അത് നമുക്ക് തോന്നുമ്പോഴല്ല, വല്ലപ്പോഴുമല്ല, പ്രത്യേക ആഘോഷ ദിനങ്ങളല്ല. നീതി പ്രവർത്തിക്കുന്നത് ദിനം പ്രതി നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായി കർത്താവ് ഉപയോഗിക്കണമേ. എല്ലാ ദിവസവും നമുക്ക് ആ തീരുമാനവും ഉറപ്പും ഉണ്ടായിരിക്കണം. Lord, help me to present my members and the members of my body as an instrument of righteousness. This is a constant thing. And this should be a constant thing in our life. It should be practiced on a day-to-day basis. What does it mean if we lack righteousness? നമ്മളിൽ നീതിയുടെ ഒരു അഭാവമുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മളെ തന്നെ നമ്മൾ പാപത്തിന് വീണ്ടും വിട്ടുകൊടുക്കുക. We're still giving ourselves to the sin and to be slave to sin. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, നീതി പ്രവർത്തിക്കാത്തവൻ ആരും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. യേശുക്രിസ്തു ഒരു ചോദ്യം എന്നെ പലപ്പോഴും ഭയപ്പെടുന്നൊരു ചോദ്യമാണ്. ഒത്തിരി പ്രവർത്തിച്ച ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിതെല്ലാം ചെയ്തു. ഭൂതങ്ങൾ പുറപ്പെട്ടു, രോഗികൾ സൗഖ്യമാക്കി, ഞങ്ങളിതെല്ലാം ചെയ്തു. അവരാ സന്തോഷം നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ചോദിക്കുന്നത്, നമുക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ഒരു അനുഭവം വീണ്ടും യേശുക്രിസ്തു എടുത്ത് ചോദിക്കുന്നു. നിങ്ങളിതെല്ലാം ചെയ്തു വന്ന് അവസാനം വന്ന് പറയും, കർത്താവേ, ഞങ്ങളിതെല്ലാം ചെയ്തു, വന്ന് വാതിൽക്കൽ മുട്ടും. അപ്പോൾ ഞാൻ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അങ്ങനെ ഒന്ന് കേൾക്കേണ്ടി വന്നാൽ, 30 വർഷം IPC ഒർലാൻഡോ മെമ്പേഴ്സായിട്ട് ഇരുന്നിട്ട് അവസാന ശ്വാസം എടുത്തതിന് ശേഷം സ്വർഗത്തിൻ്റെ വാതിൽക്കൽ പോയി നമ്മൾ മുട്ടുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അറിഞ്ഞില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്തോ ജീവിതമായിരിക്കും. The Lord says, I never knew you. You could give out your accomplishments, your credits, your merits, all the things that you did. But if you have not practiced righteousness, the scripture says you are not from God. That is what the Lord God expects. I remember, I don't remember if it was the last year-end meeting or the one before that, the first year that we got here, somebody from this audience during the testimony time got up and said, do not compromise with anything that takes you away from the presence of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ മാറ്റുന്ന ഒരൊറ്റ വിഷയമായിട്ട് നമ്മൾ വിട്ടുവീഴ്ച കാണിക്കരുതെന്ന് ഒരു വ്യക്തി ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞവൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മൾ എന്തെല്ലാം ചെയ്താലും നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷേ നീതി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരല്ല. The absence of righteous living means there's an absence of a genuine relationship with the Holy God. നീതിപൂർവമായ ജീവിതത്തിൻ്റെ അഭാവം എന്നത് ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെ അഭാവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
The absence of a righteous living is the absence of a genuine relationship with the holy God. So the first thing that John tells us is to practice righteousness. The second thing that John says is to love one another. നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. അതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ. It's not my opinion. It's in all of our Bibles. If you don't practice righteousness, if you don't love one another, you're not from God. Love is a central creed of the Christian doctrine. ഒരു ക്രിസ്ത്യൻ ധാർമ്മികതയുടെ കേന്ദ്ര വിശ്വാസം എന്ന് പറയാം നമുക്ക് സ്നേഹം എന്ന് വെച്ചാൽ. The central creed to Christian doctrine is love. കാരണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് പറയപ്പെടുന്ന ഒരു വിഷയമാണ് സ്നേഹം. Right? We see love being repeated in the Old Testament and in the New Testament. If you look at Leviticus chapter 19 and verse 18, ലേവ്യ പുസ്തകം 19:18 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. It says you shall not take vengeance or bear a grudge against the sons of your own people, but you shall love your neighbor as yourself. It starts from that point on and is repeated throughout scriptures that love must be a fruit that is evident in a Christian's life. It is central to our life. And Jesus Christ himself repeats that theme throughout the Gospels. Throughout the Gospels, he repeats that in Matthew 22, Mark 12, Luke 10, John 13, John 15. In all these verses, Christ says repeatedly, love one another. അതിൻ്റെ അർത്ഥം ക്രിസ്തു ഇതിന് അല്പമെങ്കിലും പ്രാധാന്യം കൊടുത്തു എന്നല്ലയോ? ഇത് ആവർത്തിച്ച് യേശുക്രിസ്തു പറയുവാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീൻ, അന്യോന്യം സ്നേഹിക്കുവീൻ. I remember a time when people were loved and things were used. ഒരു കാലത്ത് മനുഷ്യരെ സ്നേഹിക്കുമായിരുന്നു, നമ്മുടെ വസ്തുക്കളെ ഉപയോഗിക്കുമായിരുന്നു. But we live in a time when things are loved and people are being used. പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലത്തോ വസ്തുക്കൾക്കുള്ള സ്നേഹവും മനുഷ്യർ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ചെയ്യും. ബൈബിൾ ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല കേട്ടോ. Everything that we have, we should not love. Every person that God puts into our life, the scripture demands that we should love them. We need to stop using people for our own benefits and loving things. And we need to come back to and being restored to the people of God who says, we will use the things that God has given us, but I will love my brothers and sisters in Christ. I will love the people of God in this world. That's what we're expected to do. And Jesus Christ repeats that. അത് മാത്രമല്ല, in Romans, in Galatians, in Corinthians, in Colossians, in Hebrews, in James, in 1 Peter, and in John, the epistle of John, we see that concept repeated. Love your Lord and love one another. പൗലോസ് എടുത്തു പറയുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നിനും കടംപെട്ടിരിക്കരുത്. Owe no one anything except to love one another. That means love must be an obligation. Love must be where you love somebody so much they're indebted to you because of the love, not because you gave them some gifts or some money or some ride. No, love is the only thing that we're supposed to be indebted to. Owe no one anything except to love one another. For he who loves another has fulfilled the commandment.